ഞാൻ പറഞ്ഞു എന്നോട് പറയാണ്ട് ഞാൻ പോകുന്നു. ഞാനോട് അടുത്ത വരുത്തിയാൽ ഓർമ്മിക്കണേ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് സ്വാഗതം പറയാണ്ട് മാറി നിൽക്കുന്ന ഒരാളുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇന്ന് അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ ദിവസത്തെ ലീവിന് ശേഷം ഇതാ തിരിച്ചു പോവുകയാണ് അല്ലേ? നിങ്ങൾക്ക് ഇത് എന്നേക്കാൾ പരിചയമായി വരുന്നതും പോകുന്നതും കണ്ടിട്ടാണ് വീഡിയോ. ഇവനും തിരക്കായിപ്പോയി ഇപ്രാവശ്യം, എല്ലാവരും തിരക്കായിപ്പോയി. അതുകൊണ്ട് ഞാനെടുത്ത വീഡിയോ പോലും കണ്ടില്ല. കണ്ട നിങ്ങൾ? അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം അധികം വന്നില്ല ഇപ്രാവശ്യം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ കേട്ടോ. ഒരു 2 മണിക്കൂറിന് ശേഷം തിരിച്ചു പോക്കാന്ന്. അപ്പോൾ എന്തായാലും ചെടി പിടിക്കാൻ കൊടുക്കില്ല. പക്ഷെ എന്നാലും നിങ്ങൾ വരുമ്പം കണ്ട വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ. ഇപ്രാവശ്യം ഫുൾ സെറ്റായിട്ടാ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നല്ലോണം പെട്ടെന്ന് ആളെ മനസ്സിലായി, എല്ലാം സെറ്റായി ഒന്ന് വന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആദ്യം മറക്കും. ഞാൻ ഒരാഴ്ച കൊണ്ട് ഇവനെ സെറ്റാക്കും, അത് വേറെ കാര്യം. അപ്പം എന്തായാലും പോയിട്ട് വരാം എല്ലാവരോടും. എന്തായാലും ഒരു പാട്ട് കൂടി വരും, ശ്രീഭദ്രകാളി എനക്ക് കയ്യല്ല. അപ്പോൾ പാക്കിങ്, ബാഗ് പാക്കിങ്, പിന്നെ ഇതാണല്ലോ മുടീന്റെ കോലം, മുടി മുറിച്ച് വേറെ രൂപത്തിലായി. അങ്ങനെ മൊത്തത്തില് എല്ലാം സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ സമയം ഏകദേശം 5:15. താടി പഠിച്ചില്ല, താടിയെല്ലാം അങ്ങ് പോകുന്ന വഴിക്കുന്ന പോലും പഠിക്കുന്നത്. അയ്യോ ചെടി കൈമിലെടുത്ത് പൊളിച്ച് ഇനി വീഡിയോ കാണുമ്പോ കണ്ടാ മതി. എന്തായാലും എനിക്ക് അതിന്റെ കിട്ടിക്കോളും കേട്ടാ. ഇപ്പൊ പറയല്ലേ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പോകുന്ന തലക്ക് പോയിട്ട് വീട്ടുകളി നോക്കണ്ടേ. പണിയെടുത്തെന്ന് വല്ല നിശ്ചയുണ്ടോ എനിക്ക്? അപ്പൊ അങ്ങനെ എല്ലാം റെഡിയായി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു 8 മണിക്ക് പോകട്ടെ? 7 മണിക്കാണ്. 7 മണി നമുക്ക് പോണം. ഇപ്പൊ 5:15 കേട്ടാ. സങ്കടം ചൂട്ടാ പോട്ടാ പറയുമ്പോ അതെയാ. ഓ കണ്ണാലും തുറക്കുന്ന കണ്ട. അയ്യോ ചൂട്ടാ അച്ഛൻ്റെ മോൻ എല്ലോടാ മോനെ, എല്ലോടാ മോനെ. സാറിനോട് അച്ഛൻ വേമ്പിലൂടാ. ആ ഒന്നും പറയാനില്ലേ. ഇന്ന് സംഗീതയുടെ കുറച്ച് നമുക്ക് തിരിച്ച് ലീവും കഴിഞ്ഞ് പോകുന്നതാന്ന്. എന്താ പറയാനുള്ളത് താങ്കൾക്ക്? സന്തോഷം കൊണ്ട് അയ്യോ പണിയായി ഭഗവാന്. ഞാനൊരു തമാശക്ക് ചോദിച്ചേ. ഞാൻ വിചാരിച്ച് പോവാൻ നോക്കുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാവുന്നു. ഞാൻ പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല, ഇവൻ തന്നെ പറഞ്ഞ് ഞാൻ എടുക്കുന്ന കേട്ടോ. എന്നാല് ഞാൻ വന്നത് നിങ്ങളെല്ലാവരോടും പറയില്ല, പിന്നെ പോകുന്നത് പറയണ്ടേ. അത് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിയാന്ന്. ചോദിക്കുമ്പോ ഒരാള് കണ്ടോടിച്ചോണ്ട് പോന്ന കയ്യല്ല. 5 ഏടിയാ പോയിന് ഇത്രയും നേരം കാണാനില്ല. ദൂരേനാ നീ രാവിലെ വെച്ചോണ്ട് ചന്ദനം തൊട്ട് കൊടുത്തിന് സ്കൂളിൽ പോകുന്ന സമയത്ത്? അമ്മ തൊട്ട് കൊടുത്തിന്. 2 ആളും കുളിക്കാണ്ട് ചന്ദനം തൊട്ടിന്. ഇപ്പം പോയില്ല കണ്ട. ഇതാണ് സ്കൂൾ. വൈകുന്നേരം വന്നിട്ട് കുളിച്ചാ? ഇല്ലല്ലോ, രാവിലെ തൊട്ട് ചന്ദനല്ലേ എങ്ങനെ നിൽക്കുന്ന ഇവിടെ? രാവിലെ തൊട്ട് ചന്ദനം കളയാണ്ട് ഇനി ഇതുപോലെ വെക്കും. നാളെ രാവിലെ കുളിക്കാണ്ട് പോകാലോ. എന്നാല് ഒരു കളിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിനെ കരയിപ്പിച്ചിട്ട് വിടുന്ന കാര്യം. ഞാൻ പറഞ്ഞു എന്നോട് പറയാണ്ട് ഞാൻ പോകുന്നു. എന്നാടാ എണീക്കുന്നേ? നീ പഠിക്കല? നീ ഇവിടെ എന്തോ ഒപ്പിച്ചെന്ന് പറയുന്നതായിട്ട്. കാണുന്നുണ്ടോ? ഇങ്ങോട്ടോ. നിന്റെ കരയിലല്ല പല്ല് വിരുത് മഞ്ഞപ്പൊടി എടുത്തിട്ട് നടക്കുന്നത്. ഞാനത് മറ്റേ നമ്മളീടെ അഭ്യർത്ഥി കെട്ടാന്ന് പറയില്ലേ, കടല മുട്ടായിയാതെ ഇവന്റെ വായിൽ തിന്നോണ്ടിരിക്കില്ലേ. ഞാൻ പറഞ്ഞു കടിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ ഒരു പീസ് എടുത്ത് വായിലിട്ട് ഞാൻ പറഞ്ഞു നീ കടിച്ചെടുത്തോ. ആ കടിച്ചെടുത്തതിന്റെ ഒരു പീസ് എന്റെ ചെറിയും കൊണ്ടുപോയി ഇവൻ. ഇയാളെന്താ കക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്? പെട്ടി
എടുത്തു വെക്കാനുള്ള ടൈമായി. പെട്ടി വണ്ടിയിലേക്ക് എത്തി. ഈ ഒരു ബാഗും കൂടി എടുക്കാനുണ്ട്. കഴിഞ്ഞോ ഇറങ്ങാൻ നോക്കുമ്പോൾ നല്ല മഴയായല്ലോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. അടുത്ത പോക്ക് എയർപോർട്ടിൽ നിന്ന് മാറിയിട്ടുണ്ടാ എന്നാ ആൾക്കാർ കുറെ കാണുന്നു. സാധാരണ പോകുമ്പോ ഞാൻ മാത്രമുണ്ട്. ഞാൻ വരുന്നേട്ടാ എല്ലാരോടും. അടുത്ത വരവിന് കാണാം. ഓക്കെ, എന്നെ അന്വേഷിച്ചവരോടും വരാണ്ടിരിക്കുമ്പോൾ അന്വേഷിക്കുന്നവരോടും എല്ലാവരോടും നന്ദി മാത്രം. എന്നാൽ വീണ്ടും പോകുന്നു. യാത്രയായി നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ ഇവിടെ വന്നിട്ട് മട്ടന്നൂർ വന്നിട്ട് ആദ്യമായിട്ട് ഇത്ര ആളെ കാണും കേട്ടോ. എല്ലാവരോടും അടുത്ത വരുത്തിയാൽ ഓർമ്മിക്കണേ. കൊണ്ടാക്കി തിരിച്ചു വന്ന ഓരോരുത്തരുണ്ട്. അവിടെ ഇത് അറയത്ത് കിടന്ന് കളിക്കുന്നു. അച്ഛനോടുത്തു നോക്കുന്നതാണോ എന്തോ പാവം. ഫ്ലൈറ്റ് നിന്ന് വിളിക്കുന്ന എടുത്തില്ല അല്ലേ വണ്ടി? 55-നല്ലേ? അപ്പോൾ കൊണ്ടാക്കി വീട്ടിലെത്തുമ്പോൾ ഇതിനകത്ത് വിളിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല, ഇത് പോകുന്നത്. കാരണം നമ്മളെ റൊട്ടേഷൻ എങ്ങനെയാണ് വരുന്നതും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുന്നത് പിന്നെ ചലഞ്ച്, പിന്നെ ഒരു ഫുഡിൻ്റെ, പിന്നെ തിരിച്ചു പോകുന്നത്, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പോകുന്ന വീഡിയോ, ലാസ്റ്റത്തെ വീഡിയോ പോകുമ്പോൾ ഇതാ അവിടെ എത്തിയിട്ട് വിളിക്കുന്നുണ്ടോ? അച്ഛനും മോനും വിളിച്ചോ? ഞമ്മള് ശല്യാവുന്നില്ലപ്പ വിളിക്ക്. പിന്നെ ഓക്കെ.